ഹായ്, എല്ലാവർക്കും പപ്പമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു കിഡിലൻ ചിക്കൻ പാർട്സ് ഉലർത്തുണ്ടാക്കിയാലോ. നമ്മൾ ബിരിയാണി എല്ലാം വെക്കുമ്പോൾ അതിൽ നമ്മൾ ബിരിയാണിക്ക് എടുക്കാത്ത കുറേ ഇത് കാണും. പിന്നെ ലിവർ, കരൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഹേർട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കുരുമുളക്, പച്ച കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ഉലർത്തി വയ്ക്കാൻ പോവാം. എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ചെറിയ ചെറിയ കരൾ, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം നന്നായി കഴുകി വാരി വെച്ചത്. അത് പിന്നെ ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പുപൊടി, കുറച്ച് തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക് കീറിയത്, 2 സവോള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി കുഞ്ഞ് ക്യൂബ്സായി അരിഞ്ഞത്, 4 കതിര് പച്ച കുരുമുളക് ചതച്ചെടുത്ത് കല്ലിൽ ചതച്ചെടുത്താൽ മതി. പിന്നെ 1 കുടം വെളുത്തുള്ളി ചതച്ചതും 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, ഇതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. നമ്മൾ നാടൻ കറി ആയതുകൊണ്ട് ഒരു 1.5 ഡെസേർട്ട് സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരട്ടെ. ഒരു 2 കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മതി. ഇതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കളർ ചേഞ്ചായി വഴന്ന് വരണം. വേഗം വഴലാനായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരുപാട് എണ്ണ ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ കുറേ എണ്ണ ഉപയോഗിക്കണ്ടേ. കുഞ്ഞുമോൾ പോകുന്ന സമയത്ത് അച്ഛമ്മയ്ക്ക് തന്നിട്ട് പോയതാണ്. എപ്പോഴും അച്ഛമ്മയെ സഹായിക്കാമെന്നും പറഞ്ഞ് അവൾ കൂടെ നിൽക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല നമ്മൾ. മല്ലിപ്പൊടിയും ഈ പച്ചക്കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കല്ലിൽ ചതച്ചെടുത്ത് ഈ പച്ചക്കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതാണ് എരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത്. എരിവിന് വേണ്ട അത്രയും പച്ചക്കുരുമുളക് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ കുറ്റിക്കുരുമുളക് ഒരു ചട്ടി ഉണ്ടെങ്കിൽ നന്നായിട്ട് എപ്പോഴും ഉണ്ടാവും. ഈ ടൈപ്പ് കുരുമുളക് എപ്പോഴും നമുക്ക് പറിച്ചെടുക്കാനുണ്ടാവും. ഇത് ഏകദേശം വഴന്ന് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് നല്ല ചെറിയ കുഞ്ഞ് ക്യൂബായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് നന്നായി ഒന്ന് വഴന്ന് വേവട്ടെ. നല്ല പോലെ വഴന്ന് വരുന്നുണ്ട്. ഞാൻ കുറ്റിക്കുരുമുളകിൻ്റെ ഇത് 4 എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോന്നിനും എരിവ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇട്ട് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാനേ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എരിവ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കണം. ഞാൻ 4 എണ്ണം ഇട്ടിട്ടുണ്ട്. 4 എണ്ണം ചതച്ചെടുത്തു. ഇനി ഇതിലേക്ക് വേറെ ഒന്നും മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഗരം മസാല ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഒരു നാടൻ കറിയാണ്. നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതുണ്ടോ, അടിയിൽ പിടിക്കും. ഇവിടെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ലപോലെ വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഴുകി വാരി വെച്ച ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി അതിനകത്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി മസാലയെല്ലാം ഇളകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കണം. ഇതിന് നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി ഇങ്ങനെ പൊത്തി വയ്ക്കണം.
അങ്ങനെ ഒരു 20 മിനിറ്റ് വേവിക്കണം. കുക്കറിലാണെങ്കിൽ 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. കണ്ടോ, വെള്ളം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും നമ്മളത് തുറന്ന് ഇളക്കി പൊത്തി അടച്ചു വയ്ക്കും. ടൈം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ കറി വേവുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി കമത്തി വയ്ക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കണ്ടോ, വെള്ളം നന്നായി കയറി വരുന്നുണ്ട്. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും വെള്ളം കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ വേണം ഉണ്ടാക്കാൻ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വറ്റിക്കാൻ നിൽക്കണം. പക്ഷേ സത്യം പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അതിൻ്റെ ആവിയിൽ തന്നെ വെന്ത് വരുന്നത്. ഏകദേശം പാകമായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു 7 മിനിറ്റും കൂടി വേവാനുണ്ട്. അപ്പം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് പുറത്ത് കളഞ്ഞിട്ടേ ഉപ്പ് നോക്കാറുള്ളൂ. കറക്റ്റാണ്. ഉപ്പ് ഇനി അധികം ഇടുകയൊന്നും വേണ്ട. എരിവും ഓക്കെയാണ്. പക്ഷേ എനിക്കൊരു ലേശം കൂടി ആവാൻ തോന്നുന്നു. വേണമെങ്കിൽ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചക്കുരുമുളകിന് എരിവ് ലേശം കുറവായിരുന്നു. പിന്നെ എരിവ് നമ്മുടെ വീട്ടിൽ ഇത്ര എരിവ് വേണ്ടു. അതുകൊണ്ട് ഓക്കെയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഏകദേശം വെള്ളമെല്ലാം ഇങ്ങനെ വറ്റി തുടങ്ങി. നമ്മൾ പറഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കഷ്ണം വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വയ്ക്കണം. ഓരോ ചിക്കൻ അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. ബ്രോയിലറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് വിട്ട്, ഈ ഗിരിരാജനാണെങ്കിൽ കുറച്ച് സമയം കൂടി പിടിക്കും. അത് കട്ടാവാൻ കുറച്ചൊരു താമസമുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇത് ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ തുറക്കുന്നതുകൊണ്ടാണ് കുറച്ചധികം സമയം ചിലപ്പോൾ വേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ്റെ ഡിഫറൻസ്, ഓരോ ചിക്കൻ അനുസരിച്ച് വേവ് ഡിഫറൻസ് വരും. നമ്മളത് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ കുറച്ചും കൂടി ആയി കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി 1 സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ പാർട്സ് ഉലർത്ത് റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ നല്ല ചമ്പാവരി ചോറിൻ്റെയും ഒരു കുറുക്ക് കാളൻ്റെയും കൂടെ സൂപ്പറാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ചിക്കൻ പാർട്സ് ഉലർത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞില്ലേ? നമ്മൾ അതിനകത്ത് ഒരു പൊടികളും ഉപയോഗിക്കുന്നില്ല. വീട്ടിലുണ്ടാക്കുന്ന സാധാരണ മസാല ഉണ്ടാക്കി നാടൻ കറിയാണിത്. അത് എല്ലാവരും ഹെൽത്തിയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ശരി, ഇനിയും കാണാം.